ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും പഴവും വെച്ചിട്ട് ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റാണ്, നല്ല കഴിക്കാനൊക്കെ അതിലേറെ രുചിയാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് എന്താണ്? നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചാൽ ഇങ്ങനെ ഞെങ്ങിപ്പോണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. എന്നാലേ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗോതമ്പിൻ്റെ അളവ് പറയാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ 240 ml ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത ആ പഴം 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ നമുക്കൊരു 4 ടീസ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കണം. അപ്പം നാളികേരവും കൂടി ഒന്ന് അരഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ആ ഗോതമ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇടേണ്ടത് ഒരു 8-10 ഏലക്കായുടെ സീഡ്. അപ്പോൾ ഈ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറുജീരകം ഇട്ട് കൊടുത്താലും മതി. എങ്കിലും മാത്രമേ നമ്മൾക്ക് ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് മധുരമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ആണ് വേണ്ടതെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ അതൊരു 3 ടീസ്പൂൺ ശർക്കരയിൽ ഒരു 4 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം അരിച്ചെടുത്ത ശർക്കരയാണിത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ അത് ലൂസായി പോവും. ലൂസായാൽ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ തന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ശർക്കരയുടെ പാനിയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പഴവും കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു മധുരം അങ്ങനെ തന്നെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മധുരം ആഡ് ചെയ്യാൻ. ഇനി നമുക്കിത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കരുത്. ഇതിനകത്ത് ആ പഴവും ആ ശർക്കരയുടെ ഇതും കൊണ്ട് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. ഇപ്പം നമ്മൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, അധികം ലൂസല്ല, കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ അതല്ലെങ്കിൽ കാഷ്നട്ടോ കുറച്ച് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരല്പം ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, അതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ആവാം. നെയ്യ് ഇത്തിരി കൂടിയാലും ടേസ്റ്റ് കൂടുകയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഈ ബാറ്റർ ഒരല്പം തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സാരമില്ല, നമുക്ക് ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഇതിനകത്ത് 2 നേന്ത്രപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ളതായിരിക്കും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിന്നെടുക്കുക. അത് ചായപാത്രമോ എന്താണെങ്കിലും മതി, നമ്മളുടെ കൈവശമുള്ള ഏത് പാത്രമാണെങ്കിലും അതെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു വാഴയിലയും കൂടി വെക്കുന്നുണ്ട്. വാഴയില വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വാഴയിലയുടെ മേലെയും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല കറക്റ്റ് നല്ല അതിൻ്റെ മേലെയൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ടൊന്ന്
ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് കാഷ്നട്ടിട്ട് അത് അതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇഡ്ഡലി കുക്കർ എടുത്തിട്ട് ഒരു 7-8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും ഇതേപോലെ ഇറക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് വേണം നമ്മൾ ആ അപ്പത്തിൻ്റെ ആ ടിന്ന് ഇതിനകത്തേക്ക് മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്, സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ ഈ ടിന്ന് എടുത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റിന് ഉള്ളിൽ ഇത് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ നൈഫ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് ചൂട് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ അപ്പത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മേലെ ഇലയൊന്ന് മാറ്റി നോക്കാം. കണ്ടോ എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയെന്ന് നോക്കി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആ പഴം 2 പഴം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പഴത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കണ്ടോ. നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ ഇതുപോലത്തെയൊക്കെ പലഹാരം പണ്ടൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന്. അപ്പോൾ ആ പഴമയുടെ ആ രുചി പതിഞ്ഞ ഈ പലഹാരം നമ്മുടെ കുഞ്ഞു മക്കൾക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.